ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ കംഫർട്ട് ഇൻഡിസസ്. തെർമൽ കംഫർട്ട് ഇൻഡിസസ് എന്താണെന്ന് നോക്കാം. തെർമൽ കംഫർട്ട് ഇൻഡിസസ് ഓർ അതർവൈസ് നോൺ ആസ് കംഫർട്ട് സ്കെയിൽ അല്ലെങ്കിൽ കംഫർട്ട് സ്കെയിൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ടു അക്സസ് ദ എഫക്റ്റ് ഓഫ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓൺ ദ ബോഡീസ് ഹീറ്റ് ഡെസിപ്പേഷൻ പ്രോസസ് കമ്പൈനിങ് ദ 4 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാരണം വരുന്ന ഹീറ്റ് ഡെസിപ്പേഷൻ, ഇപ്പം ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് സംഭവിക്കും അല്ലേ. ഇപ്പോൾ ചൂടാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ ഈ ആവശ്യമുള്ള ഹീറ്റ് നമ്മുടെ ബോഡിയിൽ എടുത്തതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ടുള്ള ഹീറ്റ് അത് പുറത്തേക്ക് കളയും. അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നതാണ് കംഫർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെർമൽ കംഫർട്ട് ഇൻഡിസസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കംഫർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി കംഫർട്ടാണോ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിലാണോ നിൽക്കുന്നത്, നമ്മുടെ ഹീറ്റൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണോ അല്ലെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ കംഫർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ 4 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആ 4 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എയർ ടെമ്പറേച്ചർ, then mean radiant temperature, then air velocity and humidity on human body's heat dissipation process. ഇനി 4 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നോക്കണം, മീൻ റേഡിയൻ്റ് ടെമ്പറേച്ചർ നോക്കണം, അതുപോലെ തന്നെ എയർ വെലോസിറ്റി, ഹ്യൂമിഡിറ്റി ഒക്കെ ഹ്യൂമൻ ബോഡിയിൽ എത്രയാണ് അറിഞ്ഞാൽ മാത്രമേ ഹ്യൂമൻ ബോഡിയിലുള്ള കംഫർട്ട് നമുക്ക് അളക്കാൻ പറ്റും. ആ കംഫർട്ട് അളക്കുന്ന സ്കെയിലിനെ പറയുന്ന പേരാണ് തെർമൽ ഇൻഡിസസ് അല്ലെങ്കിൽ കംഫർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബോഡിയിലെ കംഫർട്ട് അളക്കാനുള്ള സ്കെയിലിനെ പറയുന്ന പേരാണ് comfort scale or otherwise known as thermal indices. A single scale which combines the effect of air temperature, mean radiant temperature, air velocity and humidity on human body's heat dissipation process are collectively known as thermal indices or comfort scale. There are about 30 different thermal index scale devices. ഈ comfort scale more than 30 different types നമുക്ക് കാണാൻ പറ്റും. Among them കുറച്ച് കംഫർട്ട് സ്കെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എഫക്റ്റീവ് ടെമ്പറേച്ചർ, അതർവൈസ് നോൺ ആസ് ET. സെക്കൻഡ് വൺ കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ, അതർവൈസ് നോൺ ആസ് CET. ദെൻ തേർഡ് വൺ ഇക്വലൻറ്റ് വാംത്ത് EW, ഓപ്പറേറ്റീവ് ടെമ്പറേച്ചർ OT. ദെൻ ഇക്വറ്റോറിയൽ കംഫർട്ട് ഇൻഡെക്സ് ECI. ദെൻ റിസൾട്ടൻറ്റ് ടെമ്പറേച്ചർ RT. predicted 4 hours sweat rate P4SR. These are the comfort scale or thermal comfort indices. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ET എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഹോങ്ടൺ ആൻഡ് യോഗ്ലോ ഇൻ 1923. അപ്പോൾ ഇതും ഒരു കംഫർട്ട് സ്കെയിലാണ്, വിച്ച് ഈസ് ഡെവലപ്ഡ് ബൈ ഹോങ്ടൺ ആൻഡ് യോഗ്ലോ ഇൻ 1923. ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് തെർമൽ കംഫർട്ട് ആർ. ഇതിനകത്ത് ഈ തെർമൽ എഫക്റ്റീവ് ടെമ്പറേച്ചറിൽ 4 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് എയർ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് എയർ മൂവ്മെൻറ്റ് ആർ കമ്പൈൻഡ് ടുഗദർ ഇൻ എ സിംഗിൾ ഇൻഡെക്സ് നോൺ ആസ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. അപ്പോൾ ET അല്ലെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ എയർ മൂവ്മെൻ്റ് ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു സ്കെയിലിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതർവൈസ് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സ്റ്റിൽ saturated atmosphere which would in the absence of radiation produce the same effect as the present atmosphere. ഇനി രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹ്യൂമൻ കംഫർട്ട് സ്കെയിലാണ്. ഇതിനകത്ത് എയർ ടെമ്പറേച്ചർ കാണും, ഹ്യൂമിഡിറ്റി കാണും ആൻഡ് അതുപോലെ തന്നെ എയർ മൂവ്മെൻറ്റ് കാണും. ഇനി രണ്ടാമതൊരു ഡെഫിനിഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള റേഡിയേഷൻ്റെ ആബ്സെൻസിനെ ഉള്ള സ്കെയിലിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. റേഡിയേഷനിലുള്ള ആബ്സെൻസ്, അതായത് റേഡിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് ദ എഫക്റ്റീവ് ടെമ്പറേച്ചർ ഈസ് സെറ്റ് ടു ബി 30 degrees Celsius, ഇറ്റ് മീൻസ് ദാറ്റ് ദ തെർമൽ കംഫർട്ട് ഈസ് ഇക്വലൻറ്റ് ടു an environment with temperature 30 degrees Celsius, that is humidity 100% and no air movement. ഇവിടെ 30 degrees Celsius ആണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ തെർമൽ കംഫർട്ട് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 degrees Celsius ആയിരിക്കും. അപ്പം 30 degrees Celsius നമുക്ക് 30 ഡിഗ്രിയിൽ ഹ്യൂമൻ കംഫർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
100% ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ. കാര്യം നമ്മൾ അത്രയും കംഫർട്ടാണ്, 100% ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ നോ എയർ മൂവ്മെൻറ്റ് അപ്പോൾ അവിടെ ഉണ്ടായിരിക്കത്തില്ല. ബട്ട് എഫക്റ്റീവ് ടെമ്പറേച്ചർ ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി എഫക്റ്റ് ഓഫ് റേഡിയൻ്റ് ഹീറ്റ് എനർജി. റേഡിയൻ്റ് ഹീറ്റ് എനർജി എഫക്റ്റീവ് ടെമ്പറേച്ചറിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ് വിച്ച് ഷോസ് ദി കംഫർട്ട് സോൺ. നിങ്ങൾക്ക് ഈ മിഡിലായിട്ട് കംഫർട്ട് സോൺ കാണാൻ പറ്റും. എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ റീഡിങ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിങ്ങൾക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ റീഡിങ് കാണാൻ പറ്റും. എഫക്റ്റീവ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും, സൈഡിലെ ലൈൻസ്. അങ്ങനെ വന്നിട്ടൊരു ഗ്രാഫ് വരുന്നതാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഈ എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ അടുത്തൊരു വേർഷനാണ് കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. കഴിഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ പറഞ്ഞു റേഡിയൻ്റ് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചറിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അവർ കറക്റ്റ് ചെയ്തൊരു സ്കെയിലാണ് CET എന്ന് പറയുന്നത്. ഇവിടെ 4 ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യും. അതിൽ എയർ ടെമ്പറേച്ചർ ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, എയർ മൂവ്മെൻ്റ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റേഡിയൻ്റ് ഹീറ്റും ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. The corrected effective temperature is measured using a combination of. ഇനി CET എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഗ്ലോബ് ടെമ്പറേച്ചർ വേണം. ഗ്ലോബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഷർ എയർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ഫോർ റേഡിയൻ്റ് ഹീറ്റ്. ഗ്ലോബ് ടെമ്പറേച്ചർ അല്ല, ഗ്ലോബ് തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഷർ എയർ ടെമ്പറേച്ചർ. അപ്പം എഫക്റ്റീവ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേഡിയൻ്റ് ഹീറ്റ് ഉണ്ടായിരിക്കില്ല. കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേഡിയൻ്റ് ഹീറ്റും ഉണ്ടായിരിക്കും. ഇനി കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് ഗ്ലോബ് തെർമോമീറ്റർ റീഡിങ് വേണം. ഗ്ലോബ് തെർമോമീറ്ററിൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ വെറ്റ് ബൾബ് തെർമോമീറ്ററിൽ നമ്മൾ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്ത മെഷർമെൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ സ്പീഡിൻ്റെ മെഷർമെൻറ്റും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. CET കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ CET കാൽക്കുലേറ്റ് ചെയ്യാൻ ഗ്ലോബ് തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് വേണം, വെറ്റ് ബൾബ് തെർമോമീറ്ററിൻ്റെ ഹ്യൂമിഡിറ്റി മെഷർമെൻറ്റ് വേണം, അതുപോലെ തന്നെ എയർ സ്പീഡ് മെഷർമെൻറ്റും ആവശ്യമായിട്ടുണ്ട്. ഇത് നമ്മൾ ET അല്ലെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫാണ് കണ്ടത്. ഇവിടെ കംഫർട്ട് സോണും കാണാൻ പറ്റും. ഇത് രണ്ടാമത്തെ ഗ്രാഫ് കാണിക്കുന്നത് CETയുടെ ഗ്രാഫാണ്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ റീഡിങ് നിങ്ങൾക്ക് വെർട്ടിക്കലി കാണാൻ പറ്റും. അടുത്ത ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഗ്ലോബ് തെർമോമീറ്റർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ റീഡിങ്സും ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സ്ലൈറ്റ്ലി സ്ലാൻഡിങ് ആയിട്ട് എയർ വെലോസിറ്റി മെഷർമെൻറ്റ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ CET മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് താഴെ കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടൊരു ഗ്രാഫ് കാണാൻ പറ്റും. അതാണ് CET എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ അല്ല സ്ലാൻഡിങ് ലൈൻസ് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് 30ൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 20ലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്ലോബ് തെർമോമീറ്റർ അല്ലെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ റീഡിംഗ് എന്ന് പറയുന്നത് 30 ആണ്. ഇവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ റീഡിംഗ് എന്ന് പറയുന്നത് 20 ആണ്. അത് രണ്ടും ജോയിൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ CETയുടെ ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനൊന്നുമില്ല, ജസ്റ്റ് എന്താണ് തെർമൽ കംഫർട്ട് ഇൻഡിസസ് അല്ലെങ്കിൽ കംഫർട്ട് സ്കെയിലിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ എത്ര കംഫർട്ട് സ്കെയിൽ ഉണ്ട്, മോർ ദാൻ 30 ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള കംഫർട്ട് സ്കെയിൽ ഒരു 8 ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ 8 കറക്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ്. ഇപ്പം ഇങ്ങനൊരു ഗ്രാഫിൻ്റെ ഫിഗർ തന്നിട്ട് ഇത് ഏത് കംഫർട്ട് സ്കെയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം CETയുടെ ഗ്രാഫാണെന്ന് പറയാൻ പറ്റണം. അത്രയും കാര്യങ്ങൾ ഗ്രാഫിൽ നിന്ന് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അടുത്ത ഇക്വലൻ്റ് വാംത്ത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പം നോട്ട്സ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 എന്ന് എഴുതി നമ്മുടെ നോട്ട്ബുക്കിൽ നോട്ട്സ് തന്നെ എഴുതുക നിങ്ങൾ.